ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ചെറിയ റേറ്റിൽ, അതായത് നമുക്ക് ആർക്കും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു റേറ്റിൽ നമുക്ക് മെറ്റീരിയൽ എടുത്ത് അതിലൊരു പാച്ച് വർക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാച്ച് വർക്ക് കുർത്തിയാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ക്രേപ്പിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ, അതിൽ ഞാൻ ഇതുപോലൊരു അജ്രക്കിൻ്റെ പാച്ച് വർക്കാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിൽ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള കട്ട് പീസ് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊരു പാച്ച് വർക്ക് കുർത്തി ചെയ്യാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2 പീസാണ്. അതായത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ 2 പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല ഷേപ്പിലൊന്ന് വരച്ച് നോക്കിയതാണ്. നമ്മളിവിടെ ഒരു 10 ഇഞ്ചാണ് ഞാൻ വീതി എടുത്തിരിക്കുന്നത്. ലെങ്ത് ഒരു 15 ഇഞ്ച് ഓളം അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 പീസ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ഷേപ്പിലെടുക്കാം. അത് സ്ക്വയർ ആകാം, റൗണ്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ലൈനിങ്ങിൽ ആദ്യം ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 7 ഇഞ്ച് മുകളിലും താഴെയും ഞാനിതുപോലെ എടുക്കുന്നുണ്ട്, ഷോൾഡർ എടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 10 ഇഞ്ച് ഞാൻ ഇവിടെ നമ്മുടെ ചെസ്റ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് എടുക്കണം. അത് നമ്മുടെ നമ്മൾ ഷോൾഡർ താഴേക്ക് മാർക്ക് ചെയ്തല്ലോ, അവിടെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു 16 ഇഞ്ച് ഞാൻ വേസ്റ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ വേസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഏകദേശം 15.5 16 ആ ഒരു റേഞ്ചിലായിരിക്കും വരണത്. അവിടെ ഞാനൊരു 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പുള്ള നൈറ്റീസിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ലൈനിങ് കുർത്തി ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈനിങ്ങിലാണ് ഇത് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഹിപ്പ് റൗണ്ട് 21 ഇഞ്ചോളം ആണ് എടുക്കുന്നത്. നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരു സൈഡാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അവിടെ ഞാൻ ഇവിടെ ഒരു വേസ്റ്റിൻ്റെ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ വയറധികം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം വേസ്റ്റ് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആവാനാണ് ചാൻസ്. അപ്പം ഞാനിവിടെ ഒരു 10.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നമ്മുടെ മുകളിൽ നമ്മുടെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ, ഒരു ചെരിവ് നമ്മുടെ ഷോൾഡറിന് സാധാരണ നമുക്കുണ്ട്. അപ്പോഴാണ് നമ്മുടെ അവിടെ ഒരു പെർഫെക്ഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ആ ഒരു മുകളിൽ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ആ നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഞാനൊരു 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. 3.5 ഇഞ്ചോളം തന്നെ വീതിയും എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വീതിയിൽ നിന്ന് ഞാൻ നമ്മുടെ ഷോൾഡറിൻ്റെ അങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് നമ്മൾ കുഴിച്ച് എടുക്കുന്നുണ്ട്. കുഴിച്ച് മീൻസ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് ഇതുപോലെ ഒരു റൗണ്ട് നെക്ക്, ഞാൻ ബാക്ക് നെക്കാണ് കേട്ടോ, അത് ഫ്രണ്ടല്ല. അപ്പോൾ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിവിടെ ആ ഒരു 1/4 ഇഞ്ചോളം ഇവിടെ ഇങ്ങനെ ഒരു കുഴിച്ച് ഒന്ന് വരക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് നെക്കൊക്കെ നിങ്ങളുടെ ലെങ്ത്ത്, നിങ്ങളുടെ വേസ്റ്റ്, നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ ഹിപ്പ് അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അതിന് കൃത്യമായൊരു കണക്കല്ല. ഏകദേശം ഒരു XL XXL ആ ഒരു അത്രയും മെഷർമെൻറ്റ്, XLകാർക്കൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കി ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ആ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിൽ നമ്മളിവിടെ ഒന്ന് കുഴിച്ച് നമ്മുടെ ആം ഹോള് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ 1/4 ഇഞ്ച് കഴിച്ചിട്ട് ബാക്കി വന്നതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ആ മിഡ് പോയിൻറ്റിൽ നിന്നാണ് ആ വളവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് താഴെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് താഴേക്കൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ മാർക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ യാതൊരു വളവും തിരിവും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്ലിറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ലൈനിങ് ജസ്റ്റ് വെച്ച് കൊടുത്താലേ നമുക്ക് മെയിൻ പീസിലേക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് സ്ലീവ് വെട്ടാനുള്ള ആ ഒരു പീസ് എൻ്റെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ്ങിൽ ഇതുപോലെ ഒന്ന് സ്ലീവ് വെട്ടണതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ലെങ്ത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരു പൊങ്ങിയിരിക്കേണ്ടത് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വെട്ടുന്നത്. അപ്പോൾ ഞാനൊരു 3.5 ഇഞ്ചും 4 ഇഞ്ചും മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് ഇവിടെ ഞാൻ 17 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 16 മതിയാകും. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 1 ഇഞ്ച് മതിയാവും. എന്നിട്ട് ആ 3.5 ഇഞ്ചിൽ നിന്ന് ഞാൻ ഇതുപോലെ കോണായിട്ടൊരു ഒന്ന് ലൈൻ വരച്ചെടുത്തേക്കാണ്. 3.5 ഇഞ്ചും 4 ഇഞ്ചുമാണ് കേട്ടോ നമുക്കൊരു ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സൈസ് അനുസരിച്ചാണ് XL, XXL ആ ഒരു സൈസ് അനുസരിച്ചാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ പാർട്ട് മാർക്ക് ചെയ്തിട്ട് ആ മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഞാനിതുപോലെ ഒന്ന് ജോയിൻ ചെയ്യാണ്. നമ്മുടെ ആ ഒരു 4 ഇഞ്ചിൽ നിന്ന് ഈ 3.5 ഇഞ്ച് 3.5 ഇഞ്ചിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ നേരെ സെൻറ്ററിലോട്ട് ഇതുപോലെ ഒരു ചെരിച്ചൊരു വര വരച്ചിട്ട് താഴേക്കൊന്ന് ഫിനിഷ് ചെയ്തേക്കാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വരക്കാണ്. അത് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു വീതി എത്രയാണെന്ന് നോക്കിയിട്ട് ആ വീതി മാർക്ക് ചെയ്യുക പ്ലസ് 1 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ 3.5 ഇഞ്ചിൽ നിന്നൊരു ലൈൻ തയ്യൽ തുമ്പ നമ്മുടെ മെയിൻ ഇതിലോട്ടും അതുപോലെ നമ്മുടെ 4 ഇഞ്ചിൽ നിന്ന് തയ്യൽ തുമ്പാക്കിയിട്ടും നമ്മൾ ഒന്ന് വരച്ചെടുക്കുക. നമ്മൾ സ്ലീവിൻ്റെ വീഡിയോസ് എല്ലാം ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ തുണിയിലേക്ക് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. നമ്മളിവിടെ കൂടുതലും പാച്ച് വർക്ക് ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായ മെഷർമെൻറ്റ് കൃത്യമായിട്ട് പറയാത്ത, ഇത് ഏകദേശം ഒരു മെഷർമെൻറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഇനി കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ കറക്റ്റായിട്ട് സ്മോള്, XL, XXL, ലാർജ്, സ്മോള്, ലാർജ്, XL, XXL അങ്ങനെയുള്ള ആ ഒരു മെഷർമെൻറ്റ്സ് വെച്ച് നമ്മൾ കറക്റ്റായിട്ടൊരു വീഡിയോ വേറെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മുകളിൽ നിന്ന് ഇത്രയും പീസാണ് എനിക്ക് കിട്ടിയുള്ളൂ സ്ലീവിന്. കാരണം ബാക്കി നമ്മുടെ ലെങ്ത്തുള്ള ടോപ്പാണ് നമുക്ക് വേണ്ടത്. സോ നമുക്കത് ജോയിൻ ചെയ്ത് എങ്ങനെ എടുക്കാമെന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ഈ ലൈനിങ് നമ്മുടെ മെയിൻ പീസിലോട്ട് അറ്റാച്ച് ചെയ്യലാണ് ഫസ്റ്റ് പണി എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് പീസ് ആദ്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പാച്ച് വർക്കാണല്ലോ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്രണ്ട് പീസിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ് തുണി നമുക്കൊന്ന് അതിൽ നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീതി 3.5 ഇഞ്ചാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ച് അത്രയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ഇഞ്ച് നമ്മുടെ ഈ ഒരു കോർണറിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു റൗണ്ടാക്കി എടുക്കുക. നമുക്ക് റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നല്ല പീസിലേക്ക്, അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് നമുക്കിത് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ റൗണ്ട് നെക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ട് നെക്കിൽ തന്നെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മെയിൻ തുണിയിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ക്ലോത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ മെയിൻ തുണിയിൽ നെക്ക് ഞാൻ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല സിമ്പിളായിട്ട് വരും. നമുക്ക് ആ ഒരു ബാലൻസ് വന്നത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അങ്ങനെയല്ല എന്നുള്ളവർക്ക് നമുക്ക് മറ്റേ പോലെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്താ ഇവിടെ നമ്മുടെ ആ ഒരു ഭാഗം, നമ്മുടെ ആ ഒരു നെക്കും അതുപോലെ നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗങ്ങളും നമ്മളിവിടെ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ നമ്മുടെ നെക്ക് കറക്റ്റ് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മോഡലിൽ ചെയ്യുമ്പോൾ. ചിലപ്പോൾ മറ്റേ പോലെ നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്ത് നമ്മൾ നെക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ കറക്റ്റായിട്ട് വരണമെന്നില്ല. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു നമ്മുടെ മെയിൻ തുണിയിൽ ഇപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ നമ്മുടെ ഇവിടെ കൈക്കുഴി നമ്മളിതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ച് വെട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ദാ ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മുടെ ആ ഒരു നമ്മൾ സെൻറ്റർ എടുത്തിട്ട് നമ്മുടെ ആ ഒരു താഴെ നമ്മൾ 7 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ മുകളിൽ നിന്ന് ഒരു 4 ഇഞ്ച് പോയപ്പോൾ മൊത്തം 6.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 3.25 മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മുടെ വളവ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതുപോലെ ഒന്ന് 4 ഇഞ്ച് നമ്മുടെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു ഇത് കുഴിവ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഫ്രണ്ട് ഭാഗം ഒന്ന് ഫിനിഷിങ്ങിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. 2 ഭാഗം, അതായത് ലെഫ്റ്റും റൈറ്റും നമ്മളിങ്ങനെ കുഴിച്ച് കൊടുക്കും. എന്നിട്ട് ആ കുഴിച്ച് വെട്ടിയതിന് ശേഷമാണ് ഞാനത് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ആ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാച്ച് വർക്കാണ്. നമ്മളിവിടെ നമ്മുടെ ആ ഒരു 2 പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് നമ്മളത് ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വരാൻ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതുപോലെ ഒന്ന് ഒരു മുട്ടുസൂചി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് അതൊന്ന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് മുട്ടുസൂചി മാറ്റി മാറ്റി കയറ്റി കുത്തിയാൽ മതി. അപ്പോൾ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫ്രണ്ട് നെക്ക് അല്ലെങ്കിൽ ബാക്ക് നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വശത്ത് ചെയ്തിട്ട് നമ്മൾ ചീത്ത വശത്തോട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് ഫ്രണ്ടിൽ വരുന്ന ഇതേ തരത്തിലുള്ള എന്തും നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ചീത്ത വശത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തിട്ട് തയ്ച്ചിട്ട് നമ്മൾ നല്ല വശത്തോട്ട് മറിച്ചടിക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ നമ്മളെവിടെയാണോ നമ്മുടെ ചീത്ത വശം, നമ്മുടെ ചുരിദാറിൻ്റെ ആ ഒരു ബാക്ക് വശം ഉണ്ടല്ലോ, ബാക്ക് വശം മീൻസ് നമ്മുടെ തയ്യൽ തുമ്പൊക്കെ വരുന്ന ആ ഒരു ആ ഭാഗം അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നല്ല വശത്തോട്ട് പതിച്ചടിക്കുക. അപ്പോൾ നല്ല വശത്തോട്ട് നമ്മൾ പതിച്ചടിക്കുമ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വന്നേക്കാണ്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് കട്ട് ചെയ്ത് കളയണമല്ലോ. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയാണോ നമ്മുടെ നല്ല വശം, കാരണം ഈ ഭാഗം നമ്മൾ ഈ അജറക്കിൻ്റെ ഈ ഒരു പീസ് നമ്മൾ വെച്ചേക്കുന്ന ഫ്രണ്ടിലോട്ടാണല്ലോ വരേണ്ടത്. ആ ഒരു പാച്ച് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലേക്ക് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏറ്റവും നല്ല സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് കേട്ടോ. നമുക്ക് നൈറ്റിയിലൊക്കെ നമ്മൾ സാധാരണ ഇത് കാണുന്നതാണ്. അതുപോലെ ഇത് നമ്മളൊന്ന് നമ്മുടെ ഈ ഒരു അജറക്കിൻ്റെ ഈ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ,
ഈ വന്നിരിക്കുന്ന ഭാഗം ഒന്ന് ചെറിയ എന്തെങ്കിലും ഒരു മിറർ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലാപരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ചെറിയൊരു സെമി പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നമ്മുടെ തയ്ച്ച ആ ഭാഗത്ത് ചെറിയൊരു ഇതുപോലൊരു കട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇതുപോലുള്ള പ്ലെയിൻ കുർത്തീസിൻ്റെ കൂടെ സെയിം കളറ് പാച്ച് വർക്ക് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും, ഒരു വേറെ ലെവൽ ലുക്കായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തേക്കണവരും എല്ലാം ഉണ്ടാവും, പക്ഷെ ചെയ്യാത്തവർ, സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മറിച്ച് ചെയ്യും വേണ്ടല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു സംശയമില്ലാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പാച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് ഒരു പൈപ്പിങ്ങും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേസോ അങ്ങനെയൊക്കെ കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യണില്ല, ജസ്റ്റ് അതൊന്ന് മടക്കി അടിക്കണുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ അടിക്കുമ്പോഴും നമ്മൾ ഈ പാച്ച് വർക്ക് ചെയ്യുമ്പോൾ മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ ഇതുപോലൊരു മുട്ട സൂചി കുത്തിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ തുണിയിലൊക്കെ ഒട്ടിക്കണ ഒരു തരം ടേപ്പ് ഉണ്ട്, അതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും മാറിപ്പോകാതെ, അതായത് ഒട്ടും മൂവ് ചെയ്യാതെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മളിത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് സെൻറ്ററിൽ വന്നില്ല, ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് വെറുതെ ആയി പോകുമല്ലോ. അപ്പോൾ അതിന് നല്ലൊരു ഇതാണ്, നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം നമുക്കൊരു നല്ല ഹെൽപ്പാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു പാച്ച് വർക്കിൻ്റെ താഴെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നെക്കിൽ കൂടിയും ഒരു തയ്യൽ കൊടുക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ ബ്ലാക്ക് കുർത്തിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പാച്ച് വർക്ക് എന്ന് പറയുന്നത് അജ്രക്കിൻ്റെ ഒരു റെഡിഷ് മെറൂൺ കളറാണ്. അപ്പോൾ നമ്മൾ നൂല് അത് ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് വരുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് മാറ്റി ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പാച്ച് വർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലുള്ളൊരു പ്ലെയിൻ കുർത്തി ഉണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി സ്ലീവിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.